ഓക്കെ, നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണ്. അപ്പോൾ അതിൽ സ്റ്റെപ്പ് 1 നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ എന്താ? കാൽക്കുലേഷൻ ഓഫ് എന്താണ്? GAV, ഗ്രോസ് ആനുവൽ വാല്യൂ ആണ്. അത് കാണാൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ആദ്യം MRVയും FRVയും തമ്മിൽ ഒന്ന് മ്യൂട്ട് ചെയ്യൂ കേട്ടോ. MRVയും FRVയും തമ്മിൽ കമ്പയർ ചെയ്യുക, എന്നിട്ട് ഹയസ്റ്റ് എടുക്കുക. ആ കിട്ടിയ ആൻസറിനെ SRVയുമായി കമ്പയർ ചെയ്തിട്ട് ചെറുതെടുക്കുക, അതിനെ ARVയുമായി കമ്പയർ ചെയ്ത് വലുതെടുക്കുക. അതല്ലേ GAV? അതാണ് ഗ്രോസ് ആനുവൽ വാല്യൂ. യെസ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്താ പഠിച്ചത്? കാൽക്കുലേഷൻ ഓഫ് നെറ്റ് ആനുവൽ വാല്യൂ അല്ലേ. നെറ്റ് ആനുവൽ വാല്യൂ എങ്ങനെ നമുക്ക് കിട്ടുക? മുനിസിപ്പൽ ടാക്സ്. അപ്പോൾ GAV കിട്ടിക്കഴിഞ്ഞാൽ, ഗ്രോസ് ആനുവൽ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നും മുനിസിപ്പൽ ടാക്സും അൺറിയലൈസ്ഡ് റെൻറ്റും മൈനസ് ചെയ്താൽ നമുക്ക് നെറ്റ് ആനുവൽ വാല്യൂ കിട്ടും. പക്ഷേ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മുനിസിപ്പൽ ടാക്സ് ആരടയ്ക്കുന്നതായിരിക്കണം? ലാൻഡ് ലോഡ് അല്ലേ. ഓണർ അടച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അത് മൈനസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ ട്വിസ്റ്റ് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നോക്കാം. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ കമ്പ്യൂട്ട് ആനുവൽ വാല്യൂ. ആനുവൽ വാല്യൂ കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അവർ ഉദ്ദേശിച്ചേക്കണേ? GAV അല്ല, നെറ്റ് ആനുവൽ വാല്യൂ ആണ്, NAV ആണ് കേട്ടോ. യെസ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഒന്ന് മ്യൂട്ട് ചെയ്യൂ കേട്ടോ. മ്യൂട്ട് ചെയ്യൂ, എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യൂ കേട്ടോ. ഓക്കെ. സ്റ്റാൻഡേർഡ് റെൻറ്റ് 82,000 ആണ്. മുനിസിപ്പൽ വാല്യൂ 80,000. ഫെയർ റെൻറ്റ് 78,000. മന്ത്ലി റെൻറ്റ് 6,800. മുനിസിപ്പൽ ടാക്സ് ടോട്ടൽ 15,000 ആണ്. ഓഫ് വിച്ച് 7,000 ഈസ് പെയ്ഡ് ബൈ ടെനൻറ്റ്. 15,000 ആണ് മുനിസിപ്പൽ ടാക്സ്. അതിൽ 7,000 രൂപ വാടകക്കാരൻ അടച്ചിട്ടുണ്ട്. വേക്കൻസി 2 months. അൺറിയലൈസ്ഡ് റെൻറ്റ് 6,800. ഓക്കെ, അപ്പോൾ ഞാൻ എളുപ്പത്തിൽ ഞാനത് വർക്കൗട്ട് ചെയ്തിട്ടിട്ടുണ്ട്. നോക്കാം. MRV എത്രയാണ് ക്വസ്റ്റ്യനിൽ? നോക്കി നിങ്ങൾ. MRV എത്രയാണ് ക്വസ്റ്റ്യനിൽ? 80,000. MRVയും FRVയും ആയിട്ടല്ലേ കമ്പയർ ചെയ്യണ്ടേ? FRV 78 ആണ്. അപ്പോൾ 80,000 78,000 തമ്മിൽ കമ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യണം? നമ്മൾ എന്തെടുക്കണം? നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? സ്ക്രീൻ ക്ലിയർ അല്ലേ? അപ്പോൾ 80,000 78,000 തമ്മിൽ കമ്പയർ ചെയ്ത് വലുത് 80,000 എടുക്കണം. പിന്നെ SRV എത്രയാണ്? സ്റ്റാൻഡേർഡ് റെൻ്റൽ വാല്യൂ 82,000. യെസ്. അപ്പോൾ ഈ കിട്ടിയ 80,000 82,000 തമ്മിൽ കമ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യണം? ചെറുതെടുക്കണം. അപ്പോൾ 80,000. അടുത്തത് ARV. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ARV എങ്ങനെ കാണാൻ? ആനുവൽ റെൻറ്റ്, മന്ത്ലി റെൻറ്റ് 6,800 ആണ്. 2 മാസം വേക്കൻ്റ് ആയിരുന്നു. എന്താ വേക്കൻസി എന്ന് പറഞ്ഞാൽ 2 മാസം അവിടെ വാടകക്കാരുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ആ വർഷം ആകെ 10 മാസത്തെ വാടകയല്ലേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ 6,800 ഇൻറ്റു 10 നമുക്ക് ചെയ്യുമ്പോൾ 68,000 അല്ലേ വരിക? ശരിയല്ലേ? നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് തൊട്ട് അപ്പുറത്തായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? തെറ്റാതിരിക്കാൻ വേണ്ടി 6,800 ഇൻറ്റു 12 ഒന്ന് ചെയ്ത് നോക്കുക. 6,800 ഇൻറ്റു 12 ചെയ്താൽ നമുക്ക് ഒരു വർഷത്തെ വാടക കിട്ടില്ലേ? ഒരു വർഷത്തെ വാടക എത്രയപ്പോൾ? അപ്പോൾ 80,000 81,600 തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് വലുത്? 81,600 വലുത് അല്ലേ? അപ്പോൾ ഉത്തരം ശരിക്കും 81,600 വരേണ്ടത്. പക്ഷേ വേക്കൻസി എന്ന് പറയുന്ന ഒരു കാരണം കൊണ്ട് ARV എന്തായി? കുറഞ്ഞു. ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ARV കുറയാണെങ്കിൽ ഏത് കാരണം കൊണ്ട്? വേക്കൻസി വന്ന കാരണം ARV കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ARV തന്നെയാണ് GAV. കത്തിയാ? ക്ലിയർ ആയാ? അപ്പോൾ 6,800 ഇൻറ്റു 12 ചെയ്യുമ്പോൾ 81,600. അപ്പോൾ ARV തന്നെയാണ് വലുത് വരിക. പക്ഷേ വേക്കൻസി വന്നത് കൊണ്ട് മാത്രമാണ് 80,000-നേക്കാൾ അത് ചെറുതായി 68,000 ആയത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ചെറിയ എമൗണ്ട് ആയിട്ടുള്ള GAV ARV തന്നെയായിരിക്കും. അപ്പോൾ 68,000 ആണ് GAV. ക്ലിയർ ആണെങ്കിൽ ഒന്ന് എല്ലാവരും റെസ്പോണ്ട് ചെയ്ത് മൈക്കോണാക്കി. കേട്ടില്ലേ? അപ്പോൾ ഓക്കെ. MRV എത്രയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേ? മോൾ തന്നെ പറഞ്ഞോ. MRV 80,000. FRV 78,000. Which one is highest? 80,000 municipal rental value. Okay.
അതിന് SRVയുമായിട്ടല്ലേ നെക്സ്റ്റ് കമ്പയർ ചെയ്യണ്ടേ. SRV സ്റ്റാൻഡേർഡ് റെൻ്റ് അല്ലേ 82,000. അപ്പോൾ 80,000 82,000 തമ്മിൽ കമ്പയർ ചെയ്തിട്ട് എന്താ ചെയ്യണ്ടേ? ലോവസ്റ്റ് എഴുതണം. അപ്പോൾ 80,000. അടുത്ത ARV ആനുവൽ റെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ മന്ത്ലി റെൻ്റ് 6,800 ആണ്. പക്ഷേ 2 മാസം വേക്കൻ്റ് ആയിരുന്നു. എന്താ വേക്കൻ്റ് എന്ന് പറഞ്ഞാൽ? വേക്കൻസി ആയിട്ട് കിടക്കുക. 2 മാസം ഇവിടെ ആളുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ആകെ 10 മാസത്തെ വാടക കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ 6,800 × 10 എത്രയാടാ? 68,000. ശരിയല്ലേ? പക്ഷേ ഈ വേക്കൻസി ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് എത്ര വാടക കിട്ടണം ഒരു വർഷം? 81,600. 12 മാസത്തേക്ക് 12 മാസം 81,600. അപ്പോൾ ഏതാ വലുത്? 80,000 ആണോ 81,600 ആണോ വലുത്? 81,600. പക്ഷെ വേക്കൻസി വന്ന കാരണം ARV എന്തായി? കുറഞ്ഞു, ചെറുതായി അല്ലേ? അങ്ങനെ വരികയാണെങ്കിൽ ARV തന്നെയാണ് GAV. 68,000 തന്നെയാണ് GAV. ക്ലിയർ ആയോ? അപ്പം നിങ്ങളിങ്ങനെ വേക്കൻസി വരുന്ന ക്വസ്റ്റ്യനിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് അപ്പുറത്ത് ഇതുപോലെ × 12 ചെയ്തൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഈ മുനിസിപ്പൽ ടാക്സ് ഉണ്ട് ക്വസ്റ്റ്യനിൽ. മുനിസിപ്പൽ ടാക്സ് 15,000 ആണ്. അതിൽ 7,000 വാടകക്കാരൻ അടച്ചു. ബാക്കി എത്രയുണ്ട്? അപ്പോൾ ഓണർ അടച്ചത് എത്രയാ? 8,000. അൺറിയലൈസ് റെൻ്റ് 6,800 ഉണ്ട്. അപ്പോൾ നമ്മൾ 8,000 6,800 മൈനസ് ചെയ്താൽ നമുക്ക് 53,200 കിട്ടി. ക്ലിയർ ആണെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്ത് എല്ലാവരും. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് നെറ്റ് ആനുവൽ വാല്യൂ കിട്ടി. നമുക്ക് സ്റ്റെപ്പ് 3 പോയാൽ സ്റ്റെപ്പ് 3 ഏതായിരുന്നു? കാൽക്കുലേഷൻ ഓഫ് ഇൻകം ഫ്രം എന്താണ്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പിലോട്ട് നമ്മൾ പോവാണ് കേട്ടോ. സ്റ്റെപ്പ് 3 കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അപ്പോൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കാണണമെങ്കിൽ നമ്മൾ ആദ്യം NAV വരെ വർക്കൗട്ട് ചെയ്യണം. എന്ത് വരെ വർക്കൗട്ട് ചെയ്യണം? നെറ്റ് ആനുവൽ വാല്യൂ വരെ വർക്കൗട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഇപ്പം അറിയാലോ, എല്ലാവർക്കും അറിയാലോ. നെറ്റ് ആനുവൽ വാല്യൂ വരെ വർക്കൗട്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയാലോ. അറിയാം. അപ്പം അതുവരെ വർക്കൗട്ട് ചെയ്തിട്ട് ആ കിട്ടിയ NAV മക്കളെ, ആ NAV-യിൽ നിന്നും അതിൻ്റെ 30% നമ്മൾ കുറയ്ക്കണം. അതെല്ലാവർക്കും കിട്ടുന്ന ഒരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷനാണ് കേട്ടോ. എത്ര ശതമാനമാണ്? 30%. അണ്ടർ സെക്ഷൻ 22 പ്രകാരമാണ് നമുക്ക് അങ്ങനൊരു ഡിഡക്ഷൻ കിട്ടുന്നത്. അതെല്ലാവർക്കും ഹൗസിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് 20% കുറച്ച് ടാക്സ് അടച്ചാൽ മതി എന്നാണ് ഗവൺമെൻറ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അതിനെ 30% നമ്മൾ എന്താ പറയുക? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്നാണ് പറയുക കേട്ടോ. സെക്ഷൻ 24 ആണ് കേട്ടോ. സെക്ഷൻ 24. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ എല്ലാവർക്കും കിട്ടിയ നെറ്റ് ആനുവൽ വാല്യൂ നിങ്ങളുടെ പ്രോബ്ലത്തിൽ എത്രയാണോ കിട്ടുന്നത് അതിൽ നിന്ന് എന്ത് ചെയ്യണം? ഇപ്പൊ നിങ്ങൾക്ക് NAV നേരത്തെ കിട്ടിയില്ലേ മക്കളെ? നിങ്ങൾക്ക് നേരത്തെ NAV എത്ര കിട്ടി? 53,200 അല്ലേ കിട്ടിയേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 53,200ൻ്റെ 30%, 53,200 × 30/100 ചെയ്യുക. അതാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്നാണ് അതിന് പറയുക. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എല്ലാവർക്കും ഇത് കിട്ടും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അത്ര എമൗണ്ട് കുറച്ചിട്ട് ബാക്കിയുള്ളതിന് ടാക്സ് അടച്ചാൽ മതി. അത് മാത്രം പോരാ, നമ്മൾ ഈ വീട് പണിയാനായിട്ട് വല്ല ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ, ഈ വാടകയ്ക്ക് കൊടുത്ത വീടില്ലേ, അത് പണിയാൻ നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോൺ നമ്മൾ ഇപ്പോഴും അടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ഇൻട്രസ്റ്റ് ഇല്ലേ? പലിശ ഇല്ലേ? ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ലോണിന്. അതിനും നിങ്ങൾ എന്തടയ്ക്കേണ്ട? ടാക്സ് അടയ്ക്കേണ്ട. അപ്പോൾ അതും കൂടി കുറച്ചിട്ടുള്ള എമൗണ്ടാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ക്ലിയർ ആണെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. NAV-ന്ന് എന്ത് ചെയ്യണം? 30% നമ്മൾ മൈനസ് ചെയ്യണം. അതിനുശേഷം ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അതും മൈനസ് ചെയ്യണം. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ വീട് ഇത് വാടകയ്ക്ക് കൊടുത്താലല്ലേ ഇങ്ങനെ ചെയ്യാ? അല്ലേ? അപ്പോൾ വീട് നമ്മുടെ സെൽഫ് ഓക്യുപ്പൈഡ് ആണെങ്കിലോ? എന്താ സെൽഫ് ഓക്യുപ്പൈഡ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ ആ വീട്ടിൽ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ തന്നെ താമസിക്കുകയാണ്. അപ്പോൾ നമുക്ക് വരുമാനമൊന്നും ഇല്ലല്ലോ. വരുമാനം ഉണ്ടാവോ? ഇല്ല. അപ്പോൾ ആ സിറ്റുവേഷനിൽ നമുക്ക് NAV ഒന്നും ഉണ്ടാവില്ല അല്ലേ? MRV FRV ഒന്നും നോക്കണ്ട. അപ്പോൾ NAV അവിടെ ആ സിറ്റുവേഷനിൽ NAV എന്തായിരിക്കും? നില്ലായിരിക്കും. NAV ഉണ്ടാവോ?
NAV നില്ലായിരിക്കും. ഒന്ന് മ്യൂട്ട് ചെയ്യും. അവിടെ സംസാരിച്ചിരിക്കുന്ന കുറച്ച് പേരുണ്ട്, ഒന്ന് മ്യൂട്ട് ചെയ്ത് സംസാരിക്കുക. അപ്പോൾ NAV നില്ലാണ്. ഇനി ഈ NAV നില്ലാണെങ്കിൽ NAVയുടെ 30% ഉണ്ടാവുമോ? അതും ഉണ്ടാകില്ല, അതും ഉണ്ടാവില്ല. പിന്നെയുള്ളത് എന്ത് മാത്രമേ ഉള്ളൂ? ഇൻട്രസ്റ്റ് ഓൺ ലോൺ അല്ലേ? പക്ഷെ അത് മൈനസ് ഫിഗർ അല്ലേ? അപ്പോൾ ആൻസർ മൈനസ് ആയിരിക്കും. മൈനസ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ഇൻകം അല്ല, ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. എന്താ പറയുക? ഹൗസ് പ്രോപ്പർട്ടി നമുക്ക് നഷ്ടമാണ് വന്നേക്കണേ. ഒന്നുകൂടെ പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. നമ്മുടെ വീട് എങ്ങനെയാണെങ്കിൽ ലെറ്റ് ഔട്ട് അല്ല, വാടകയ്ക്ക് കൊടുത്തിട്ടില്ല, സെൽഫ് ഒക്യുപ്പൈഡ് ആണെങ്കിൽ, ശ്രദ്ധിക്കുക കേട്ടോ. വീട് സെൽഫ് ഒക്യുപ്പൈഡ് എന്ന് പറയും. സെൽഫ് ഒക്യുപ്പൈഡ് എന്ന് പറയുന്നത് അർത്ഥം സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കണം. അപ്പോൾ NAV ഉണ്ടാവോ? NAV ഉണ്ടാവോ? അവിടെ ക്വസ്റ്റ്യനിൽ ചെയ്യണോ? NAV കഷ്ടപ്പെട്ട് നമ്മൾ ഇത്രയും സ്റ്റെപ്പ് ചെയ്യണോ? NAV എന്തായിരിക്കും? അവിടെ നില്ലായിരിക്കും. NAV എന്തായിരിക്കും? ഉണ്ടാവില്ല, നില്ലായിരിക്കും. അപ്പോൾ 30% ഓഫ് NAV ഉണ്ടാവോ? അതും എന്തായിരിക്കും? നില്ലായിരിക്കും. പിന്നെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഈ വീട് പണിയാൻ, നമ്മൾ താമസിക്കുന്ന വീട് പണിയെ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റ് ഉള്ളൂ. അത് മൈനസ് ഫിഗർ അല്ലേ? മൈനസ് ഇൻട്രസ്റ്റ് ലോൺ എന്നല്ല നമ്മൾ ചെയ്യണേ. അപ്പോൾ ആൻസർ എന്തായിരിക്കും? നമ്മൾ ഇൻകം എന്നല്ല പറയുക, ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നാണ് പറയുക. അത് ഞാൻ പ്രോബ്ലം കാണിച്ചു തരാം, ക്ലിയർ ആവും കേട്ടോ. ഇതൊരു essay ടൈപ്പ് ക്വസ്റ്റൻ ആണ്. നിങ്ങൾ കാണുന്നുണ്ടോ സ്ക്രീനിൽ? മിസ്റ്റർ ആന്റണി ഹാസ് ഓൺസ് 2 houses. മിസ്റ്റർ ആന്റണിക്ക് എത്ര ഹൗസസ് ഉണ്ട്? 3 വീടുകളുണ്ട്. നേച്ചർ ഓഫ് ഓക്യുപ്പേഷൻ പറഞ്ഞേ. ഹൗസ് 1 സെൽഫ് ഒക്യുപ്പൈഡ്. എന്താ സെൽഫ് ഒക്യുപ്പൈഡ് എന്ന് പറഞ്ഞാൽ? ആള് സ്വന്തമായിട്ട് അവിടെ താമസിക്കുകയാണ്. ഹൗസ് 2 ഹൗസ് 2 ലെറ്റ് ഔട്ട് എന്ന് പറയുന്ന അർത്ഥം വാടകയ്ക്ക് കൊടുത്തേക്ക്. ഹൗസ് 3 ഫോർ ഓൺ ബിസിനസ്, സ്വന്തം ബിസിനസ്സാണ്. ഈ ബിസിനസ്സിന് വേണ്ടി വീട് ഉപയോഗിച്ചാൽ അതൊരിക്കലും നമുക്ക് ഈ ഒരു ഇൻകം അല്ല, അത് ബിസിനസ് ഇൻകം ആണ് കേട്ടോ. അത് നമുക്ക് ഈ ചാപ്റ്ററിലല്ല പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെ ബിസിനസ്സിന് വേണ്ടി എങ്ങനെ വീട് ഉപയോഗിച്ചാൽ നിങ്ങൾ അത് എടുക്കണ്ട കാൽക്കുലേഷനിൽ കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മുടെ ആന്റണിക്ക് 3 വീടുകളുണ്ട് മക്കളെ. ഒരു വീട് അയാൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു, രണ്ടാമത്തെ വീട് വാടകയ്ക്ക് കൊടുത്തേക്കുന്നു, മൂന്നാമത്തെ വീട് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? അപ്പൊ അത് എടുക്കണോ? ഓൺ ബിസിനസ് എടുക്കണോ? വേണ്ട. നമുക്ക് ആദ്യം സെൽഫ് ഒക്യുപ്പൈഡിന്റെ വർക്ക്ഔട്ട് ചെയ്തിട്ട് കമ്പ്യൂട്ട് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഇയാളുടെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കാണാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കണേ. നമുക്ക് ആദ്യം സെൽഫ് ഒക്യുപ്പൈഡ് ചെയ്യാം. സെൽഫ് ഒക്യുപ്പൈഡ് മുനിസിപ്പൽ വാല്യൂ ഉണ്ട്, ഫെയർ റെന്റൽ വാല്യൂ ഉണ്ട്. മന്ത്ലി റെന്റ് ഉണ്ടാവില്ലല്ലോ, കാരണം വാടകയ്ക്ക് കൊടുത്തിട്ടില്ലല്ലോ. മുനിസിപ്പൽ ടാക്സ് 5%, ഇൻട്രസ്റ്റ് ലോൺ 40,000, ഇൻഷുറൻസ് പ്രീമിയം, റിപ്പയേഴ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് ഈ അറിയാത്ത ഈ റിപ്പയർ, ഇൻഷുറൻസ് പ്രീമിയം എന്നൊക്കെ ക്വസ്റ്റ്യനിൽ തരും. നിങ്ങൾ അതൊന്നും എടുക്കരുതിട്ടോ മക്കളെ, നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി തരുന്ന. കാരണം നമ്മൾ അതൊക്കെ വെച്ച് വല്ല പ്രോബ്ലം പഠിച്ചിട്ടുണ്ടോ? ഉണ്ടോ? റിപ്പയേഴ്സ്, ഇൻഷുറൻസ്, അതുപോലെ തന്നെ ഗ്രൗണ്ട് റെന്റ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വല്ലതും പഠിച്ചിട്ടുണ്ടോ മക്കളെ? ഇല്ലല്ലോ. ഇതുവരെയുള്ള പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നാൽ എന്ത് ചെയ്യണം? നിങ്ങളത് എടുക്കരുത്, ശ്രദ്ധിക്കാട്ടോ, എടുക്കരുത്. ഓക്കെ, നമുക്കപ്പോൾ ഹൗസ് 1 പോവാം. ഹൗസ് 1 സെൽഫ് ഒക്യുപ്പൈഡ് അല്ലേ? അപ്പൊ ഈ കഷ്ടപ്പെട്ട് നമ്മൾ MRV FRV ഒക്കെ കമ്പയർ ചെയ്യേണ്ട കാര്യമുണ്ടോ അവിടെ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെൽഫ് ഒക്യുപ്പൈഡ് ആണെങ്കിൽ നമുക്ക് NAV എന്തായിരിക്കും? ആനുവൽ വാല്യൂ എന്തായിരിക്കും? നില്ലായിരിക്കും. അപ്പൊ ആനുവൽ വാല്യൂ നില്ല്. അപ്പൊ 30% ഓഫ് ആനുവൽ വാല്യൂ ഉണ്ടാവില്ലല്ലോ, അതും നില്ല്. പിന്നെ ഇൻട്രസ്റ്റ് ലോൺ മാത്രമേ ഉള്ളൂ. ഇൻട്രസ്റ്റ് ലോൺ നോക്കിയേ, ക്വസ്റ്റ്യൻ ഉണ്ടോ നോക്കി. ഹൗസ് 1 ഇൻട്രസ്റ്റ് ഓൺ ലോൺ എത്രയാ? 40,000. അത് മൈനസ് 40,000 നമ്മൾ ലെസ് എന്നല്ലേ എഴുതാറ് ഇൻട്രസ്റ്റ് ലോൺ. അപ്പൊ ആൻസർ എന്തായിരിക്കും? 40,000 ആയിരിക്കും ആൻസർ വരിക. ആ 40,000 അപ്പൊ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണോ, അത് ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണോ? അത്. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ് മക്കളെ, സെൽഫ് ഒക്യുപ്പൈഡ് ആണെങ്കിൽ അതിന്റെ ആൻസർ എപ്പോഴും എന്തായിരിക്കും? ഇൻകം ആയിരിക്കില്ല. പിന്നെന്തായിരിക്കും? ലോസ് ആയിരിക്കും. എവിടെയെങ്കിലും എഴുതി വെക്കാം കേട്ടോ. കാരണം ഇൻട്രസ്റ്റ് ലോൺ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ, അത് നെഗറ്റീവ് അല്ലേ, ലെസ് എന്നല്ലേ നമ്മൾ എഴുതണം. അപ്പോൾ അതുകൊണ്ട് ആൻസറിന് ലെസ് ആയിരിക്കും. അപ്പോൾ നെഗറ്റീവ് വാല്യൂ ആയതുകൊണ്ട് അത് ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണ്. അപ്പോൾ ഹൗസ് 1 എല്ലാവർക്കും ക്ലിയർ ആണെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഇപ്പൊ അതും ഇല്ലെങ്കിലും ഒന്നും ഉണ്ടാവില്ല, ഇൻകം ഉണ്ടാവില്ല, ലോസ് ഉണ്ടാവില്ല. നില്ലായിരിക്കും. ഓക്കെ,
ഇനി ഹൗസ് 2 ഹൗസ് ടു ഇതുപോലെ തന്നെ നമുക്ക് MRV FRV ഇത് കമ്പയർ ചെയ്യണ്ടേ? ലെറ്റ് ഔട്ട് അല്ലേ? MRV എത്രയാ ക്വസ്റ്റ്യനിൽ ഹൗസ് 2ന്റെ? 63. FRV which one is higher? 63. SRV ഇല്ല, അപ്പൊ 63 എടുത്ത് എഴുതി. ARV മുനിസിപ്പൽ മന്ത്ലി റെന്റ് എത്രയാ ക്വസ്റ്റ്യനില്? 5,000. അപ്പൊ വേക്കൻസി ഒന്നും ഇല്ല ഇവിടെ. അപ്പൊ 5000 × 12 ചെയ്യുമ്പോൾ നമുക്ക് 60,000 കിട്ടും അല്ലേ? അപ്പൊ 63 ആണോ 60 ആണോ വലുത്? 63. അപ്പൊ 63 ആണ് നമ്മുടെ GAV, ഗ്രോസ് ആനുവൽ വാല്യൂ. ക്ലിയർ? നിങ്ങളത് സ്റ്റെപ്പായിട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ GAV 63,000 കിട്ടിയത് ക്ലിയർ ആയോ? ഒന്നുകൂടെ പറയാം. MRVയും FRVയും തമ്മിൽ കമ്പയർ ചെയ്യുക. അപ്പൊ 63ഉം 60 തമ്മിൽ കമ്പയർ ചെയ്ത് വലുത് 63. SRV ഡാഷ് ആണ്, അപ്പൊ 63 താഴോട്ട് എടുത്ത് എഴുതുക. ഇനി അടുത്ത് മന്ത്ലി റെന്റ് ARV 5000 × 12 60,000 ആണ്. അപ്പൊ 63ഉം 60ഉം തമ്മിൽ കമ്പയർ ചെയ്തിട്ട് വലുതെടുക്കണം. അപ്പൊ 63,000 ആണ് GAV. സെറ്റാണോ? ഇനി അതിൽ നിന്ന് എന്താ കുറയ്ക്കണം? അൺറിയലൈസ്ഡ് റെന്റ്, മുനിസിപ്പൽ ടാക്സ്. ഇവിടെ മുനിസിപ്പൽ ടാക്സ് മാത്രമേ ഉള്ളൂ. എത്ര പെർസെന്റേജ് മുനിസിപ്പൽ ടാക്സ്? 5%. എന്തിന്റെ 5%? വെറുതെ 5% എന്ന് പറഞ്ഞാൽ എന്തിന്റെ എടുക്കണ്ടേ? മുനിസിപ്പൽ വാല്യൂ മുനിസിപ്പൽ ടാക്സ്. കണ്ടോ? ആ പേര് തന്നെ നമുക്ക് കേട്ട് അറിയാലോ. അപ്പൊ മുനിസിപ്പൽ ടാക്സ് പെർസെന്റേജിൽ പറഞ്ഞാൽ എപ്പോഴും മുനിസിപ്പൽ വാല്യൂവിന്റെ വേണം എടുക്കാനായിട്ട്. അപ്പൊ 63,000 × 5/100 എത്ര വരിക? 63,000ന്റെ 5% എത്ര വരിക? 3,150. അപ്പൊ അത് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആനുവൽ വാല്യൂ NAV കിട്ടി. ഓക്കെ അല്ലേ? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എങ്ങനെ കാണാ? ഈ കിട്ടിയ NAVയിൽ നിന്നും എന്ത് ചെയ്യണം? 30% കിട്ടിയ 59,850 അല്ലേ നമുക്ക് കിട്ടിയത്? അപ്പൊ അതിന്റെ 30% എടുക്കണം. 30%. അപ്പൊ 59,850 × 30/100. അപ്പൊ നമുക്ക് 17,955 വരും. അത് കുറയ്ക്കണം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? 17,955 അതാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30%. ഇനി എന്താ കുറയ്ക്കേണ്ട? ഇൻട്രസ്റ്റ് ഓൺ ലോൺ. ഹൗസ് 2ന്റെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ എത്രയാ? 15,000. അപ്പൊ അതും കുറയ്ക്കണം. അപ്പൊ 17,955ഉം 15,000 കൂടി കുറയ്ക്കുക. അപ്പൊ ടോട്ടൽ 26,895 കിട്ടും. ദാറ്റ് ഈസ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ക്ലിയർ ആണെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. എല്ലാവർക്കും ക്ലിയർ ആയോ? യെസ്. ഇനി ഹൗസ് 3 എടുക്കോ നമ്മള്? ഹൗസ് 3 എന്തിനു വേണ്ടിയിട്ടുള്ളതാ? വിൽ നോട്ട് കം അണ്ടർ ദ സെക്ഷൻ. ഈ സെക്ഷനിൽ വരുന്ന എല്ലാ ഒരിക്കലും ബിസിനസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇനി ഇയാളുടെ മൊത്തം ടാക്സ് എങ്ങനെ കണ്ടുപിടിക്കുക? അയാൾക്ക് ഫസ്റ്റ് വീഡിൽ നിന്ന് 40,000 നഷ്ടം വന്നു, ലോസ് വന്നു. സെക്കൻഡ് വീട്ടിൽ നിന്ന് എത്രയാണ് വന്നേക്കണ ഇൻകം? അപ്പൊ അയാൾക്ക് എന്ത് ചെയ്യാം? അയാൾക്ക് ഈ കിട്ടിയ വരുമാനത്തിന് അയാൾ ടാക്സ് അടയ്ക്കണ്ട. കാരണം എന്താണെന്നറിയോ? 40,000 വേറെ നഷ്ടം കിടക്കുന്നില്ലേ മക്കളെ? അപ്പോൾ 26,895 രൂപ നമുക്ക് വരുമാനം വന്നതിന് നമ്മൾ ടാക്സ് അടയ്ക്കണ്ട. കാരണം എന്താ? ഇനി ബാക്കി അതിന് കുറച്ച ബാക്കി ഒരു 13,105 പിന്നെ വീണ്ടും നഷ്ടം കിടക്കുക. കത്തിയില്ല? ഒരു വീട്ടിൽ നിന്ന് നമുക്ക് 40,000 നഷ്ടം, വേറൊരു വീട്ടിൽ നിന്ന് നമുക്ക് 26,895 നമുക്ക് ഇൻകം ഉണ്ട്. അങ്ങനെ വന്നാൽ അയാൾ ടാക്സ് അടയ്ക്കേണ്ട കാര്യം ഉണ്ടാ? ഇല്ല, കാരണം നഷ്ടമാണ് കൂടുതൽ അല്ലേ? അപ്പൊ 26,895 രൂപ ലാഭം എടുത്തിട്ട്, ഇൻകം എടുത്തിട്ട് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നഷ്ടം നികത്താൻ പോലും പറ്റില്ല. നികത്തിയാലും ബാക്കി ഇനി 13,105 വീണ്ടും നമുക്ക് ലോസാണ് കിടക്കണേ. മനസ്സിലായോ? അതൊന്ന് സെറ്റ് ഓഫ് ചെയ്തിടുക നിങ്ങൾ. 40,000 നിന്ന് 26,895 കുറച്ച ബാക്കി 13,105 ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ക്ലിയർ ആയോ? കത്തിയോ? എല്ലാവർക്കും സെറ്റ് ആയോ? അത് എസ് എ ടൈപ്പ് പ്രോബ്ലം ആണ് കേട്ടോ. ക്ലിയർ ആയോ? അപ്പോൾ നമ്മുടെ ഇനി നമുക്ക്